നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീ ക്വാർട്ടർ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞിരുന്നല്ലോ. അതിന് പിന്നാലെ ഇപ്പോൾ യുവേഫ ഒഫീഷ്യലി മത്സരങ്ങളുടെ സമയക്രമം പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹോം മത്സരങ്ങൾ എവിടെയാണ്, എവേ മത്സരങ്ങൾ എവിടെയാണ്, ഏത് പാദമാണ്, എവിടെയാണ് കളിക്കുക എന്നുള്ളതൊക്കെ വ്യക്തമായി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മത്സരങ്ങൾ മാർച്ച് 10-നാണ് ആരംഭിക്കുന്നത്. ആദ്യ പാദ മത്സരം മാർച്ച് 10-ന് ആരംഭിക്കും. മാർച്ച് 10-ന് ഇന്ത്യൻ സമയം 11:15 ഗലറ്റസറായും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടും. ഈ മത്സരം ഗലറ്റസറായിയുടെ മൈതാനത്ത് വെച്ചാണ് നടക്കുക. അന്ന് രാത്രി 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മാർച്ച് 11-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ആറ്റലാന്റ വേഴ്സസ് ബയൺ മ്യൂണിക്ക് മത്സരം നടക്കുന്നു. ആറ്റലാന്റയുടെ മൈതാനത്ത് വെച്ചാണ് കളി നടക്കുക. അതേ സമയത്ത് ന്യൂകാസിൽ യുണൈറ്റഡ് വേഴ്സസ് FC ബാഴ്സലോണ പോരാട്ടമുണ്ട്. കളി നടക്കുന്നത് ന്യൂകാസിലിൻ്റെ മൈതാനത്താണ്. ഒപ്പം അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് ടോട്ടനാം ഹോട്ട്സ്പർ മത്സരവും നടക്കും. ആ കളി അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്താണ്. ഈ 3 കളികൾ മാർച്ച് 11-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-നാണ്. പിന്നെ മാർച്ച് 11-ന് തന്നെ രാത്രി 11:15 ലെവർക്യൂസൻ വേഴ്സസ് ആഴ്സണൽ മത്സരമുണ്ട്. ആ കളി ലെവർക്യൂസൻ്റെ മൈതാനത്താണ് നടക്കുക. മാർച്ച് 12-ന് പുലർച്ചെ 1:30 എന്ന് പറഞ്ഞാൽ മാർച്ച് 11-ൻ്റെ രാത്രിയിൽ മാർച്ച് 12-ന് പുലർച്ചെ 1:30-നാണ് പാരീസ് സെന്റ് ജർമ്മൻ വേഴ്സസ് ചെൽസി മത്സരം. കളി PSG-യുടെ മൈതാനത്ത്. റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം. കളി റയലിൻ്റെ മൈതാനത്ത്. ബോഡോ ഗ്ലിംറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് CP മത്സരം. കളി ബോഡോയുടെ മൈതാനത്ത്. സോ ഈ കളികൾ മാർച്ച് 12-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-നാണ്. ഇനി രണ്ടാം പാദ മത്സരങ്ങൾ മാർച്ച് 17-ന് ആരംഭിക്കും. മാർച്ച് 17-ന് രാത്രി ഇന്ത്യൻ സമയം 11:15-നാണ് സ്പോർട്ടിംഗ് CP വേഴ്സസ് ബോഡോ ഗ്ലിംറ്റ് മത്സരമുള്ളത്. കളി നടക്കുന്നത് സ്പോർട്ടിങ്ങിൻ്റെ മൈതാനത്ത്. അന്ന് രാത്രി 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മാർച്ച് 18-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് ചെൽസി വേഴ്സസ് PSG മത്സരം ചെൽസിയുടെ മൈതാനത്ത്. മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം സിറ്റിയുടെ മൈതാനത്ത്. ആഴ്സണൽ വേഴ്സസ് ലെവർക്യൂസൻ മത്സരം ആഴ്സണലിൻ്റെ മൈതാനത്ത്. അടുത്ത ദിവസം രാത്രി 11:15 എന്ന് പറഞ്ഞാൽ മാർച്ച് 18-ന് രാത്രി 11:15 ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസിൽ മത്സരം നടക്കുന്നു. അന്ന് 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് മാർച്ച് 19-ന് പുലർച്ചെ ഇന്ത്യൻ സമയം 1:30-ന് ലിവർപൂൾ വേഴ്സസ് ഗലറ്റസറായി പോരാട്ടം ലിവർപൂളിൻ്റെ മൈതാനത്ത്. ബയൺ മ്യൂണിക്ക് വേഴ്സസ് അറ്റ്ലാന്റ പോരാട്ടം ബയണിൻ്റെ മൈതാനത്ത്. ടോട്ടനാം ഹോട്ട്സ്പർ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മത്സരം ടോട്ടനാമിൻ്റെ മൈതാനത്ത്. ഇതാണ് ഇപ്പോൾ പ്രീ ക്വാർട്ടറിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരങ്ങൾ ഏപ്രിൽ 7, 9 തീയതികളിലായിട്ടും രണ്ടാം പാദ മത്സരങ്ങൾ ഏപ്രിൽ 14, 16 തീയതികളിലായിട്ടും നടക്കും. സെമി ഫൈനൽ ആദ്യപാദ മത്സരം ഏപ്രിൽ 28 മുതൽ 30 വരെയുള്ള തീയതികളിൽ നടക്കും. അതുപോലെ തന്നെ സെമി ഫൈനലിൻ്റെ രണ്ടാം പാദ മത്സരം മെയ് 5 മുതൽ 7 വരെയുള്ള തീയതികളിൽ നടക്കും. പിന്നെ ഫൈനൽ മത്സരം നടക്കുന്നത് മെയ് 31-നാണ്. ഇതാണ് ഇപ്പോൾ യുവേഫ പുറത്തുവിട്ടിരിക്കുന്ന ഷെഡ്യൂൾ. വീഡിയോ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.